ഇപ്പോൾ ഞാനൊന്ന് പാലക്കാട്ടേക്ക് പോയിട്ട് വരാം. അവിടെ കനത്ത പ്രതിഷേധമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ്. ആരോ ഓടുന്നുണ്ട്, രാവിലെ മതിൽ ചാടി കടന്നിരിക്കുന്നു ഇതാ ഡിവിഷൻ ഓഫീസിലേക്ക്. പക്ഷേ പുരുഷ പോലീസ് മാത്രമേ അവിടെയുള്ളൂ, അതുകൊണ്ട് തടയാൻ കഴിയുന്നില്ല. അവർ നേരെ ഓടിക്കേറുന്നു. ഓക്കെ, ഡിവിഷൻ ഓഫീസ് ഉപരോധിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പാലക്കാട് ഡിവിഷൻ ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കേറി വന്ന കാഴ്ചയാണ്. അവിടെ മറ്റു വനിതാ പോലീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തടയാൻ കഴിയുന്നില്ല. ഇക്ബാലുണ്ട്. ഇക്ബാൽ, ഇപ്പോൾ ഡിവിഷൻ ഓഫീസിന്റെ മതിൽക്കെട്ടിന് പുറത്തു നിന്ന് ഇപ്പോൾ പോലീസിനെ വെട്ടിച്ചോടി കടന്നിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. പോലീസിന് തടയാൻ കഴിഞ്ഞില്ലേ? കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവിഷൻ ഓഫീസ് ഉപരോധിക്കാനായി എത്തിച്ചേരുകയാണോ? ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതാ പ്രതിഷേധവുമായി ഡിവിഷൻ ഓഫീസിന് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷ ഷിബിയെ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും RPF-ഉം ചേർന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇതോടുകൂടി ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കൂടുതൽ നേതാക്കൾ പ്രവർത്തകർ ഇപ്പോൾ ഇവിടേക്ക് എത്തി പോലീസിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. RPF-നെയും പോലീസിനെയും ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഈ പ്രതിഷേധം കടന്നിരിക്കുന്നു. ഷിബിയെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നപ്പോൾ മോചിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷിബിയുമായി ഇപ്പോൾ ഡിവിഷണൽ ഓഫീസിനകത്തേക്ക് അവർ കുതിക്കുകയാണ്. ഡിവിഷൻ ഓഫീസിന്റെ കവാടത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് തങ്ങൾ പ്രതിഷേധിക്കുമെന്നാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചുള്ളത്. നേരത്തെ ഡിവിഷൻ ഓഫീസിന്റെ 3 കവാടങ്ങളും ഡിവൈഎഫ്ഐ നേതാക്കൾ ചേർന്ന് നേരത്തെ തടഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അതിന് പിന്നാലെ പ്രവേശന കവാടത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തി പ്രതിഷേധം തുടരുകയാണ്. ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇത് ജനങ്ങളുടെ ഓഫീസാണ്, ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇതിനുള്ളിലാണ് സമരം നടത്താൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനുള്ളിൽ തന്നെ ഡിവൈഎഫ്ഐ സമരം ചെയ്യും. പ്രതിഷേധം അതിശക്തമായി തുടരും. ഞങ്ങളുടെ പ്രതിഷേധത്തെ റോഡിൽ തടയാനാണ് പോലീസ് ശ്രമിച്ചത്. ആ റോഡിൽ തടഞ്ഞ് ഇരുന്നു കൊണ്ട് സമരം ചെയ്യാൻ ഡിവൈഎഫ്ഐക്ക് സൗകര്യമില്ല. ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരെ ഇവിടെ തടഞ്ഞു വെച്ചുകൊണ്ട് ഉപരോധം നടത്താനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. എത്ര വലിയ പോലീസ് സന്നാഹം ഇതിന് അണിനിരന്നാലും അതിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശേഷി ഡിവൈഎഫ്ഐക്ക് ഉണ്ട്. ഇന്ന് റെയിൽവേ ഡിവിഷന് ഉദ്യോഗസ്ഥരും ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഞങ്ങൾ ഇന്ന് രാവിലെ 7:30 മുതലാണ് ഇവിടെ സമരം തുടങ്ങിയിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ ഉള്ളിൽ കയറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അരുൺകുമാർ, ഇതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതാക്കളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. റെയിൽവേന്റെ പാലക്കാട് ഡിവിഷൻ ഓഫീസിനകത്തേക്ക് ഒരു ഉദ്യോഗസ്ഥരെയും ഇനി പ്രവേശിക്കാൻ അനുവദിക്കില്ല. രാവിലെ 8 മണി മുതൽ തന്നെ ഈ പ്രതിഷേധം ആരംഭിച്ചതാണ്. റെയിൽവേ ഡിവിഷന്റെ പ്രധാനപ്പെട്ട 3 കവാടങ്ങളും ഈ ഡിവൈഎഫ്ഐയുടെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് തടഞ്ഞിരുന്നു. ഏതാനും ചില ഉദ്യോഗസ്ഥരെ നേരത്തെ പോലീസിന്റെ സഹായത്തോടു കൂടി ഡിവിഷൻ ഓഫീസിലേക്ക് അകത്തേക്ക് എത്തിച്ചു. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഡിവൈഎഫ്ഐ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരികയും ചെയ്തത്. ഡിവൈഎഫ്ഐ നേതാക്കൾ കൂട്ടത്തോടെ ഡിവിഷൻ ഓഫീസിന് മതിൽ ചാടിക്കടക്കുകയും നേരെ ഈ പ്രവേശന കവാടത്തിന് ഉള്ളിലൂടെ ഇപ്പോൾ ഈ കാണുന്ന മെയിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മറികടന്ന് വേണം ഡിവിഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കുള്ളിൽ പ്രവേശിക്കാൻ. നിലവിൽ അവർക്ക് ഓഫീസിൽ പ്രവേശിക്കാൻ പറ്റില്ലെങ്കിൽ ഡിവിഷൻ ഓഫീസിൽ നിന്ന് പ്രവർത്തിക്കില്ല, അല്ലേ? വേണ്ടത്ര പോലീസ് സംവിധാനം അവിടെ ഇല്ലേ? അരുൺകുമാർ, RPF-ഉം അതുപോലെ തന്നെ പോലീസും നേരത്തെ തന്നെ സുരക്ഷ ഒരുക്കിയിരുന്നു. പക്ഷേ ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ പ്രതിഷേധവുമായി ഡിവിഷൻ ഓഫീസിന് അകത്തേക്ക് അവർ കൂട്ടത്തോടുകൂടി ഡിവിഷൻ ഓഫീസിനകത്തേക്ക് കയറുകയായിരുന്നു. ആദ്യം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ജയദേവന്റെ നേതൃത്വത്തിൽ 5 അംഗ സംഘം ഡിവിഷൻ ഓഫീസിനകത്തേക്ക് കയറുകയും പിന്നാലെ കൂടുതൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇതിനകത്തേക്ക് കയറി പോലീസിന്റെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ റെയിൽവേ ഡിവിഷൻ ഓഫീസിനകത്തേക്ക് കയറിയിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥരെയും ഇന്ന് ഡിവിഷൻ ഓഫീസിനകത്ത് ജോലി ചെയ്യാൻ അനുവദിക്കില്ല, അവരാരെയും പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി വരും. ഒരു കാരണവശാലും പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കാൻ അനുവദിക്കില്ല, മംഗലാപുരം മേഖലയെ ഒഴിവാക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നാൽ അത് പാലക്കാട് റെയിൽവേ ഡിവിഷൻ തന്നെ ഇല്ലാതാക്കുന്ന, തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും എല്ലാം അറിയിച്ചത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അക്രമാസക്തമാവുകയും പോലീസിന് നേരെ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടത്തോടുകൂടി പോലീസിന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും തകർത്തുകൊണ്ട് ഇപ്പോൾ പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു.
ഇപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട്. ഡിവിഷൻ ഓഫീസിലേക്ക് ആ പോലീസുകാരെ തടയുന്നത് നോക്കൂ. ഓണക്കാലത്തെ ഒരു മത്സരമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നും. അങ്ങനെയല്ല, ഇത് ഓണക്കളിയല്ല, ഇത് യഥാർത്ഥത്തിൽ കാര്യം തന്നെയാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിരോധം. അവിടെ ഡിവൈഎഫ്ഐ അവിടെ ഉപരോധിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിൽ ഇന്ന് ഡിവിഷൻ ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ പറ്റില്ല. സമയം ഇപ്പോൾ 8:41. ഡിവിഷൻ ഓഫീസിൻ്റെ മുൻഭാഗത്ത് അവർ പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണ്. അനാർക്കിൽ ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ശ്വാസം ഇങ്ങനെ പിടിച്ചു നിൽക്കായിരുന്നു അല്ലേ? എന്താ സംഭവിക്കുന്നത് അറിയാതെ ആണല്ലേ? ഈ എപ്പോഴെങ്കിലും സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഈ ഇതേപോലെ പോലീസിന്റെ കണ്ണു വിട്ട് ചൂടുക? ഇല്ല. പഠിച്ചത് മാറുവാനൂസിലല്ലേ? അല്ലേ? അപ്പൊ മാറുവാനൂസിൽ പഠിക്കുന്ന സമയത്തൊക്കെ സമരം വിളിക്കാനൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ നമ്മള് പാർട്ടിയുടെ അങ്ങനെ പരിപാടികളിലായിട്ട് പോയിട്ടില്ല. പക്ഷെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണോ? ഇതേപോലെയൊക്കെ സമരം ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? അതേപോലെ ഈ പ്രതിഷേധിക്കുക എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ സമരം. പിന്നെ സിനിമയിലൊക്കെ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോ പിന്നെ സിനിമയിലൊക്കെ കേറി. ആണല്ലേ? ആദ്യത്തെ വർഷം മത്സരിക്കും. വന്നു. അപ്പൊ പിന്നെ അതിലേക്കൊന്നും അങ്ങനെ വെച്ചാൽ കോളേജിന്റെ ഭാഗമായിട്ട് പോയില്ല. പക്ഷെ നമ്മള് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് കോഴ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഭാഗമാവാം. ഓക്കെ.